ഹലോ എവരിവൺ, എല്ലാവർക്കും ACDP അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ആഴ്ചത്തിലെ നമ്മുടെ ഈ വീക്കിലെ എന്താണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ദിവസത്തെ എന്താണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു വീക്കിലി കറണ്ട് അഫയേഴ്സ് സെക്ഷൻ എന്ത് ചെയ്ത് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. എന്താണ് 2025 ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതായിരുന്നു. ഓക്കെ, എത്രയായിരുന്നു? ശരിയാണ്. എത്രയാണ്? 63 ആണ്. എത്രയാണ്? 63. ഇപ്പൊ 2025 ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണത്? 63 ഇതാണ്. 63 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തായ്ലൻഡിനെ ഒക്കെ തോപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് 63 സ്ഥാനത്തിലേക്ക് എന്ത് ചെയ്ത് എത്തിപ്പെടുന്നു പറയുന്നത്. ഓക്കെ, അപ്പം 2025 ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ എന്ത് ചെയ്തു റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 63. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണെന്നുള്ളതാണ്. എന്താണ്? 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണെന്നുള്ളതായിരുന്നു. ഏതായിരുന്നു 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? ഏതായിരുന്നു? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയായിരുന്നു. ഇതാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണെന്നത് പറയുന്നത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമെന്ന് പറയുന്നത്. എന്താണ്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണെന്നത് പറയുന്നത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയായിരിക്കും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് 1952 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരു വള്ളംകളിയായിരുന്നു ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ത് ചെയ്ത് നടക്കുന്നത് നമ്മുടെ ആലപ്പുഴയാണ്. ഓക്കെ, അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ്. മറന്നു പോകരുത്. ഓക്കെ, അടുത്തത് സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടു കൂടി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്താണ്? സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടു കൂടി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതായിരുന്നു? ഒഡീഷയായിരുന്നു. ഇതാണ് ഒഡീഷയാണ്. ഓക്കെ, ഒഡീഷയാണെന്ന് പറയുന്നത് പറഞ്ഞ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം ലക്ഷ്യത്തോടു കൂടി സുഭദ്ര യോജന പദ്ധതി. ഈ പദ്ധതിയുടെ പേര് ഒരിക്കലും മറന്നു പോകരുത്. പദ്ധതിയുടെ പേരെന്താണെന്ന് ഇന്ത്യ പഠിച്ചു വെക്കേണ്ടത്. എന്താണ്? സുഭദ്ര യോജന പദ്ധതി എന്നുള്ളതാണ്. സുഭദ്ര യോജന പദ്ധതി എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. ഒഡീഷ സർക്കാരാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ആ പേര് മറന്നു പോകരുത്. സുഭദ്ര യോജന എന്നാണ് ഒഡീഷ സർക്കാരാണ് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. അത് ഇന്ത്യ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താനുള്ള വിജിലൻസിന്റെ ഓപ്പറേഷൻ ഏതായിരുന്നു എന്നുള്ളതാണ്. എന്താണ്? സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ ഈ പറയുന്ന അഴിമതി കണ്ടെത്താനുള്ള വിജിലൻസിന്റെ ഓപ്പറേഷന്റെ പേരെന്താണെന്നുള്ളതായിരുന്നു. എന്തായിരുന്നു? ശരിയാണ്. എന്താണ്? ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നുള്ളതാണ്. എന്താണ്? ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന് പറയുന്നത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ത് ചെയ്തു നമ്മുടെ ഈ പറയുന്ന 72ഓളം 72ഓളം സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ പറയുന്ന രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ആയിരുന്നു. ഓക്കെ, ഈ പറയുന്ന 72ഓളം ഓഫീസുകൾ എന്ത് ചെയ്തു അവർ നടത്തിയ ശേഷം ഒരുപാട് ക്രമക്കേടുകളും മറ്റവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നടത്തിയതാരാന്ന് ചോദിച്ചാൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ്. എന്താണ് ഓപ്പറേഷന്റെ പേരെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നുള്ള 72ഓളം ഓഫീസുകൾ നടത്തി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നാണ് പദ്ധതി അല്ലെങ്കിൽ ഈ ഓപ്പറേഷന്റെ പേരെന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഓക്കെ, അടുത്തത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണെന്നുള്ളതാണ്. എന്താണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അല്ലേ. തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ടുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രനാണ് ചെയ്യുന്നത്. ഇത് ഉദ്ഘാടനം മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പറയുന്ന ഉദ്ഘാടനം മറ്റും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കോർപ്പറേഷൻ അത് ചെയ്താണ് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഓക്കെ, അടുത്തത്
ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? നമുക്കറിയാം പൊതുവേ ഇന്ത്യക്ക് 3 ലോഞ്ച് പാടാണുള്ളത് അല്ലേ? പൊതുവെ ഇന്ത്യക്ക് 2 ലോഞ്ച് പാടാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയിൽ അല്ലേ, ശ്രീഹരിക്കോട്ടയിലും രണ്ടാമത്തത് തുമ്പയിലുമാണുള്ളത് അല്ലേ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മുടെ തിരുവനന്തപുരം തുമ്പയിലാണുള്ളത്. മറ്റൊന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയിലാണുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത മൂന്നാമത്തെ ലോഞ്ചിങ് സ്റ്റേഷൻ വരുന്നത് എവിടെയായിരിക്കും? അതീ പറയുന്ന ശ്രീഹരിക്കോട്ടയിൽ തന്നെയാണ്. എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പുതിയ ലോഞ്ചിങ് സ്റ്റേഷൻ വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് സ്റ്റേഷനിലെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്. എവിടെയാണ്? മറന്നു പോകരുത്, ശ്രീഹരിക്കോട്ടയിലാണ്. ഓക്കെ, അടുത്തത് ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂർ. ഓക്കെ, ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂറിൽ ലോങ് ജമ്പില് മലയാളി താരമായിട്ടുള്ള ശ്രീശങ്കറിന് സ്വർണം എന്നുള്ളതായിരുന്നു. എന്താണ്? ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂറിന് ലോങ് ജമ്പില് മലയാളിയായിട്ടുള്ള ശ്രീശങ്കറിന് സ്വർണം എന്നുള്ളതായിരുന്നു ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം കൂടെയായിരുന്നു അല്ലേ. ഈ പറയുന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള എന്ത് ചെയ്തു? ശ്രീശങ്കർ അല്ലേ. ശ്രീശങ്കർ എന്ത് ചെയ്തു? ലോങ് ജമ്പിൽ എന്ത് ചെയ്യുന്നു? സ്വർണം കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. എന്ത് ചെയ്തു? പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ എന്ത് ചെയ്തു? നിറഞ്ഞിരുന്ന വാർത്തയാണ് അല്ലേ. ഹിമന്തി ഓടുകയും ചാടുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂറിൽ ലോങ് ജമ്പില് എന്ത് ചെയ്തു? മെഡൽ നേടിയ സ്വർണം നേടിയ ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളിയായിട്ടുള്ള ആരാണ്? ശ്രീശങ്കറാണ്. ഓക്കെ, മലയാളിയായിട്ടുള്ള ശ്രീശങ്കറാണ്. അടുത്തത് 2025 വേൾഡ് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേടിയത് ആരാണെന്നുള്ളതാണ്. എന്താണ് 2025 വേൾഡ് ഗെയിംസ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡൽ നേടിയത് ആരാണ്? ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയ ആരാണ്? മെഡൽ നേടിയതാണ് ഋഷഭ് യാദവ് ആണ്. ഋഷഭ് യാദവ് ആണ്. അപ്പൊ 2025 വേൾഡ് ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേടിയതാരാണ്? ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയാരാണ്? അങ്ങനെ വേണം ചിന്തിക്കാൻ. കാരണം ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയതാരാണ്? ഋഷഭ് യാദവ് ആണ്. ഋഷഭ് യാദവ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം എന്താണ്? ആർച്ചറിയാണ്. അതാണ് ആർച്ചറി. നമ്മളെ അമ്പുമ്പിലൊക്കെ ഇല്ലേ, അത് സംഭവം തന്നെ. ഓക്കെ, ഈ പറയുന്ന ആർച്ചറിക്കാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം എന്ത് ചെയ്തത്? മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2025 വേൾഡ് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേടിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണത്? അത് ഋഷഭ് യാദവ് ആണ്. ആരാണ്? ഋഷഭ് യാദവ്. അടുത്തത് യശോദ AI സാക്ഷരതാ പരിപാടി ഏത് സംഘടനയുടെ സംരംഭമാണെന്നുള്ളതാണ്. എന്താണ് യശോദ AI ഈ പറയുന്ന സാക്ഷരതാ പരിപാടി ഏത് സംഘടനയുടെ സംരംഭമാണെന്നുള്ളത്? അതാണ് ഏത് സംഘടനയുടെ സംരംഭമാണത്? യശോദ AI സാക്ഷരതാ പദ്ധതി ഏത് സംഘടനയുടെ സംരംഭമാണ്? സാക്ഷരതാ പരിപാടി ഏത് സംഘടനയുടെയാണ്? പറയുന്നത് ഇതാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആണ്. ഏതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആണെന്ന് പറയുന്നത് യശോദ AI സാക്ഷരതാ പരിപാടി സംഘടിപ്പിക്കുന്നതാണ് ദേശീയ വനിതാ മിഷനാണ്. ഓക്കെ, ദേശീയ വനിതാ മിഷനാണ്. അടുത്തത് നോട്ടറി പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന മന്ത്രാലയം ഏതാണെന്നുള്ളതാണ്. എന്താണ്? നോട്ടറി പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന മന്ത്രാലയം ഏതാണെന്നുള്ളതായിരുന്നു. ഏതാണ് മന്ത്രാലയം? നോട്ടറി പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന മന്ത്രാലയം ഏതായിരുന്നു? നിയമനീതി മന്ത്രാലയമായിരുന്നു. ഏതാണ്? നിയമനീതി മന്ത്രാലയമായിരുന്നു. ഓക്കെ, അപ്പൊ നോട്ടറി പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള മന്ത്രാലയം ഏതായിരുന്നു? ഈ പറയുന്ന നിയമനീതി മന്ത്രാലയമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വക്കേറ്റ്സും മറ്റും ഉപദേശങ്ങളും മറ്റും തേടാൻ പറ്റുന്ന രീതിയിൽ ഒരു പോർട്ടലും കൂടിയാണ് ഈ പറഞ്ഞ നിയമനീതി മന്ത്രാലയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ പറയുന്ന പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവേ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവരുടെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വിവരങ്ങൾ നൽകുന്ന ഒരു പോർട്ടലും കൂടിയാണ് ഈ പറയുന്ന ഈ നിയമനീതി മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ നോട്ടറി പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ടറി പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന മന്ത്രാലയം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയണത്? നിയമനീതി മന്ത്രാലയമാണ്. ഏതാണ്? നിയമനീതി മന്ത്രാലയമാണ്. ഓക്കെ, അടുത്തത് പോളണ്ടിൽ നടന്ന വീസ്ലാവ് മാനിക് മെമ്മോറിയൽ മീറ്റിൽ വനിതാ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണെന്നുള്ളതാണ്. എന്താണ്? പോളണ്ടിൽ നടന്ന വീസ്ലാവ് മാനിക് മെമ്മോറിയൽ മീറ്റിൽ വനിതാ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരായിരുന്നു? അന്നു റാണി ആയിരുന്നു. ആരാണ്? അന്നു റാണിയായിരുന്നു. ഓക്കെ, അപ്പൊ പോളണ്ടിൽ നടന്ന വീസ്ലാവ് മാനിക് മെമ്മോറിയൽ മീറ്റിൽ വനിതാ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാരാണെന്ന് ചോദിച്ചാലാണ് പറയണത്? ഇത് അന്നു റാണിയാണെങ്കിലും പറയണം. ആരാണ്? അന്നു റാണിയാണ്. പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തത് വിശാഖപട്ടണത്ത് ചോദ്യം മനസ്സിലായെന്ന് പറയണം. ഓക്കെ, വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് 26 കമ്മീഷൻ ചെയ്യാൻ സജ്ജമാകുന്ന നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ പേരെന്താണെന്നുള്ളതാണ്.
എന്താണ് വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് 26 കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സജ്ജമായിരിക്കുന്ന നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? ഇതാണ് INS ഹിമഗിരി എന്നാണ് കപ്പലിന്റെ പേര്. എന്താണ്? INS ഹിമഗിരി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും ഈ പറയുന്ന INS നീലഗിരി ക്ലാസ്, ഓക്കെ, INS നീലഗിരി ക്ലാസ് കപ്പലുകളുടെ കൂട്ടത്തിലേക്കാണെന്ന് പറയുന്നത്. INS നീലഗിരി, INS വിദ്യാഗിരി എന്നൊക്കെ പറയുന്ന ക്ലാസ്സിലേക്കാണ് ആര് വരുന്നത്? INS ഹിമഗിരിയും കൂടി വരുന്നത്. ഓക്കെ, ആ പറയുന്ന ക്ലാസ്സിലേക്കാണ് ആരും കൂടെ വരുന്നത്? ഹിമഗിരിയും കൂടെ വരുന്നത്. അപ്പം ഹിമഗിരി എന്താണ്? ഓഗസ്റ്റ് 26 ഇത് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നത്. എവിടെ നിന്നാണ് ഭാഗമാകുന്നത് ചോദിച്ചാൽ എവിടെ നിന്നാണ്? വിശാഖപട്ടണത്ത് നിന്നാണ്. ഏതിന്റെ ക്ലാസ്സിലുള്ള പെടുന്നതാന്ന് ചോദിച്ചാൽ നീലഗിരി ക്ലാസ്സിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നീലഗിരി ക്ലാസ്സിൽ പെടുന്നതാണ് ഈ പറയുന്ന ഹിമഗിരി എന്ന് പറയുന്നത്. വിദ്യാഗിരി, ഹിമഗിരി, നീലഗിരി എന്നൊക്കെ പറയുന്നത് നീലഗിരി ക്ലാസ് കപ്പലുകളുടെ ശൃംഖലയാണ്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 26 വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യാൻ സജ്ജമാകുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്നത് INS ഹിമഗിരിയാണെന്ന് പറയണം, മറക്കരുത്. ഓക്കെ, അടുത്തത് യുക്രൈൻ റഷ്യ യുദ്ധം റഷ്യൻ പ്രസിഡന്റ് പുടിനും US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇതാണിത്. യുക്രൈൻ റഷ്യ യുദ്ധം റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനും അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപും കൂടി ഒത്തുചേർന്നുള്ള ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? അലാസ്കയാണ്. എവിടെയാണ്? അലാസ്കയാണ്. നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഒക്ടോബർ 18, 1867 എന്ത് ചെയ്തു? ഈ പറയുന്ന 67 സമയത്താണ് ഇത് പറയുന്നത് ഈ അലാസ്ക ഇന്ത്യയുടെ ഭാഗമാകുന്നത്, അമേരിക്കയുടെ ഭാഗമാകുന്നത്. അതുവരെ എന്താണ് റഷ്യയുടെ ഭാഗമായിരുന്നു അലാസ്ക എന്ന് പറയുന്നത്. വളരെ മഞ്ഞ് മൂടപ്പെട്ട വളരെ എന്ത് ചെയ്തു എന്താണ് ഒരു ഐസൊലേറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലം കൂടിയായിരുന്നു, അല്ലെങ്കിൽ റിമോട്ട് ആയിട്ട് കിടക്കുന്ന സ്ഥലം കൂടിയായിരുന്നു ഈ പറയുന്ന അലാസ്ക എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഒരു ക്രിമിയൽ വാർ നടക്കുന്ന സമയത്തായിരുന്നില്ലേ, ക്രിമിയൻ വാർ നടക്കുന്ന സമയത്താണ് ഇത് ഇവർക്ക് കിട്ടുന്നത്. അന്നത്തെ കാലത്ത് അത് $7.2 മില്യൺ US അത്യം പറഞ്ഞാൽ അന്ന് ആര് മേടിക്കുന്നത്? അമേരിക്ക മേടിക്കുന്നത്. അന്നൊരു മണ്ടൻ തീരുമാനമായിട്ടൊക്കെ അന്ന് കണക്കാക്കിയെങ്കിൽ ഇന്ന് അമേരിക്കയുടെ ഭൂരിഭാഗം എണ്ണക്കനനവും ഗോൾഡും റയർ മിനറൽസും മെറ്റൽസും ഒക്കെ മൈൻ ചെയ്യുന്നത് ഈ അലാസ്കയിൽ നിന്ന്. ഇന്നത്തെ കാലമാണെങ്കിൽ ഒരിക്കലും റഷ്യ അത് കൊടുക്കില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അത്രത്തോളം എന്ത് ചെയ്തു സമ്പുഷ്ടമായിട്ടുള്ള അവർക്ക് എന്ത് വളരെ അഡ്വാൻറ്റേജ് ഉള്ള വളരെ സുരക്ഷാപരമായിട്ടും എന്ത് ചെയ്യുക ഒരുപാട് അഡ്വാൻറ്റേജ് സ്ഥലമാണ് ഈ പറഞ്ഞ അലാസ്ക. അതുകൊണ്ടാണ് വിളിച്ചത് നടക്കുന്നത്. ഓക്കെ, അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകിയതിനുള്ള പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു. ഇതാണ് അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്കായിട്ട് ആയുധ ലൈസൻസിനുള്ള അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു. ഏതാണ്? അസാം ആയിരുന്നു. കാരണം അസാം നമ്മൾ അപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാരണം വിശ്വാസ് ശർമ്മ അല്ലേ, വിശ്വാസ് ശർമ്മയുടെ എന്ത് ചെയ്തു? അന്നത്തെ ചീഫ് മിനിസ്റ്റർ, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വിശ്വാസ് ശർമ്മയാണ് ചെയ്തത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ആംസ് ആംമുനേഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. എന്താണ്? ആംസ് ആക്ട് എന്ന് പറയും അല്ലേ. ആംസ് ആക്ട് 1959 എന്ന് പറയാം. ആംസ് ആക്ട് 1959 തിരിച്ച് പിന്നെ എന്ത് ചില കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചില ഭേദഗതികളൊക്കെ വരുത്തി ആംസ് ആക്ട് 2016 പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുതുതായിട്ട് 2016 അടിസ്ഥാനപ്പെടുത്തിയാണ് ആംസ് ആക്ട് നടക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആയുധങ്ങൾ എങ്ങനെ അവന് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെ കിട്ടണമെന്നതിനെ കുറിച്ചൊക്കെ മൊത്തം പ്രതിപാദിക്കുന്ന സംവിധാനമാണ് ആംസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഇന്ത്യൻ പൗരനും 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ മറ്റൊന്നും ഇല്ലെങ്കിൽ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കളക്ടറിന് എന്ത് കൊടുക്കാൻ പറ്റും, അയാൾക്ക് ഒരു ആംസ് അല്ലെങ്കിൽ അമ്യൂണിഷൻസ് കൈവശം വെക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അയാൾക്ക് മെന്റലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അയാൾക്ക് ഈ കൊടുക്കുന്ന ആംസ് ആൻഡ് അമ്യൂണിഷൻ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിച്ചു വെക്കാൻ കഴിവുള്ള ആരായിരിക്കും. ഓക്കെ, അതായത് ഒരു തോക്കോ അല്ലെങ്കിൽ ഒരു പിസ്റ്റളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമ്യൂണിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, എന്താണ് ഇപ്പോൾ ഡബിൾ ബാരൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് .2 ആയിക്കോട്ടെ, ഏത് തരത്തിലും ഇപ്പം പഴയ മസ്കറ്റ് പോലത്തെ റൈഫിൾ ആയിക്കോട്ടെ, ഏത് തന്നെ ആയിക്കോട്ടെ, ഇത് സൂക്ഷിച്ചു വെക്കാൻ ശേഷിയുള്ള വ്യക്തി ആയിരിക്കണം, അത് കൈകാര്യം ചെയ്യാനുള്ള വ്യക്തി ആയിരിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു വിഷയവും വരരുത്. അതേപോലെ തന്നെ അത്യാവശ്യ സാഹചര്യങ്ങളല്ലാതെ ഉപയോഗിക്കരുത്. മെന്റലി നല്ല കെൽപ്പുള്ള വ്യക്തിയായിരിക്കണം. അതേപോലെ തന്നെ ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അയാൾക്ക് ക്രിമിനൽ കേസുകളൊന്നും ഉണ്ടാവരുത്. എന്നിരുന്നാലും വേണമെങ്കിൽ കുറച്ചോളം പിടിച്ചു വെക്കാം. ഈ പറയുന്ന വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും പിന്നെ ഭയങ്കര സുരക്ഷയെ കരുതി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് കൊടുക്കാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല, നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്, കൊടുത്തേ പറ്റത്തുള്ളൂ. പൊതുവെ എന്ത് ചെയ്യാൻ പറയുക, ആദ്യം ആളുകൾ എന്ത് ചെയ്യില്ല, ലൈസൻസ് എടുക്കാറില്ല. പക്ഷേ ഇവിടെ ആസാമിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ മനുഷ്യ വന്യജീവി സംഘർഷം വളരെ എന്ത് ചെയ്തു കൂടുതലായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ആസാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ബോർഡർ പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ചൈനയായിട്ടായിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പറയുന്ന തൊട്ട് താഴെയായിട്ടുള്ള ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ വരാറുണ്ട്. മണിപ്പൂർ, നാഗാലാൻഡ് പോലെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പറയുന്ന ഇൻസർജൻസി വളരെ കൂടുതലാണ്. ഒരു 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 വില്ലേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7 8 കോൺസ്റ്റബിൾ മാറി വേണം ബാക്കിയുള്ള ജനങ്ങളെല്ലാം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്നവർക്ക് എന്ത് ആംസ് ആൻഡ് അമ്യൂണിഷൻസ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ലൈസൻസിന് വേണ്ടിയൊക്കെ ചെറിയ ചെറിയ ആയ്വകളൊക്കെ എന്ത് ചെയ്യുന്നത് നൽകുന്നത്. ഓക്കെ, അടുത്തത് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഏതാണെന്നുള്ളതായിരുന്നു. എന്താണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ ഭാഗ്യചിഹ്നം ഏതാണെന്നുള്ളതായിരുന്നു. ഏതാണ്? ഹിമാലയൻ, ഈ പറയുന്നതാണ് ഹിമാലയൻ കിങ്ഫിഷർ ആയതാണ്, ഹിമാലയൻ കിങ്ഫിഷർ. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചതാണ് പറയുന്നത് ഹിമാലയൻ കിങ്ഫിഷർ ആണെന്ന് പറയണം. ഹിമാലയൻ കിങ്ഫിഷർ ആണെന്ന് പറയണം. ഇത് വേദിയാകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എവിടെയായിരുന്നു? അത് ശ്രീനഗർ ആയിരുന്നു അല്ലേ? എവിടെയായിരുന്നു? ശ്രീനഗറിലായിരുന്നു, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിലായിരുന്നു പറയുന്നത് ഇത് നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് വാർഷിക ബിസിനസ് 1 ലക്ഷം രൂപ കോടി കവിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ മിസ്ലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി ഏതാണെന്നുള്ളതാണ്. എന്താണ്? വാർഷിക ബിസിനസ് 1 ലക്ഷം കോടി രൂപ കവിഞ്ഞ ഇന്ത്യയിലെ ആദ്യ മിസ്ലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം ഏതാണ്? KSFE ആണ് അല്ലേ? കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് എന്നറിയപ്പെടുന്ന KSFE ആണ്. ഗവൺമെന്റിന്റെ കീഴിലുള്ള KSFE ആണെന്ന് പറയുന്നത്. ഈ പറയുന്ന ഓക്കെ, വാർഷിക ബിസിനസ് എന്ത് ചെയ്തു? 1 ലക്ഷം കോടി രൂപ കവിഞ്ഞ് എന്ത് ചെയ്തു? ഇന്ത്യയിലെ ആദ്യത്തെ മിസ്ലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണെന്നുള്ളതായിരുന്നു. എന്താണ്? ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നയാ ഭാരത് എന്നുള്ളതാണ്. എന്താണ്? നയാ ഭാരത് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് പുറത്തിരിക്കുക. അടുത്തത് ഇന്ത്യയുടെ ആതിഥേയത്വം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിന് വേദിയാകുന്ന കേരളത്തിലെ സ്റ്റേഡിയം ഏതാണെന്നുള്ളതാണ്. എന്താണ്? ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിന് വേദിയാകുന്ന കേരളത്തിലെ സ്റ്റേഡിയം ഏതാണ്? തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. എന്താണ്? തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. ഓക്കെ, അടുത്തത് അവയവമാറ്റം മാറ്റിവെക്കലിന്റെ ആകെ എണ്ണത്തിൽ ആഗോളതലത്തിൽ 1ാമതുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ്. എന്താണ്? അവയവം മാറ്റിവെക്കലിന്റെ ആകെ എണ്ണത്തിൽ ആഗോളതലത്തിൽ 1ാമതുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന സ്ഥലം ഇവിടെയാണ് തെലങ്കാനയും. അതുകൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കും. അടുത്തത് മനക്കച്ചേർല എന്ന ജലവിതരണ തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. എന്താണ്? ഈ പറഞ്ഞ മനക്കച്ചേർല എന്ന ജലവിതരണ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശും കർണാടകയുമാണ്. ആന്ധ്രാപ്രദേശും തെലുങ്കാനയുമാണ്. എന്താണ്? ആന്ധ്രാപ്രദേശും തെലുങ്കാനയുമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും മനക്കച്ചേർല എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ നദിക്ക് ചുറ്റും എന്ത് ചെയ്തു? കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഓക്കെ, കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഇപ്പോൾ മനക്കച്ചേർല ജലവിതരണമായിട്ട് എന്ത് ചെയ്തു? തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാം ചോദിച്ചതാണ് പറയണം. ആന്ധ്രാപ്രദേശും തെലങ്കാനയുമാണ് കൃഷ്ണ നദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത നോക്കാം. പോൾ വോൾട്ടിൽ ലോക റെക്കോർഡ് വീണ്ടും തിരുത്തിയത് ആരാണെന്നുള്ളതാണ്. എന്താണ്? പോൾ വോൾട്ടിൽ വീണ്ടും എന്ത് ചെയ്തു? ലോക റെക്കോർഡ് തിരുത്തിയത് ആരാണെന്നുള്ളതായിരുന്നു. ആരായിരുന്നു? അർമാൻഡ് ഡുപ്ലാന്റിസ് ആയിരുന്നു. ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് ആയിരുന്നു. ബുഡാപെസ്റ്റിൽ നടന്ന എന്ത് ചെയ്തു? ആ മീറ്റർ അദ്ദേഹം എന്ത് ചെയ്തു? 6.29 മീറ്റർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ റെക്കോർഡൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം ബ്രേക്ക് ചെയ്തിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ലോക റെക്കോർഡ് എന്ത് ചെയ്തു? വീണ്ടും തിരുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യത്തെ സ്ലോം കോഴ്സ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ സ്ലോം കോഴ്സ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു. ഏതാണ് സ്ലോം കോഴ്സ് പറയുന്നത്? ഈ പറഞ്ഞ ഐസ്ലൂട്ടൊക്കെ എന്ത് ചെയ്തു? തെന്നിപ്പോകുന്ന പരിപാടിയാണ്. ഈ പറയുന്ന അത്ര സംവിധാനമാണ് ഇപ്പോൾ സ്ലോം കോഴ്സ് പറയുന്നത്. ഈ സ്ലോം കോഴ്സിന് വേദിയാകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഓക്കെ, സ്ലോം കോഴ്സിന് വേദിയാകുന്ന എവിടെയാണ്? മേഘാലയയിലാണ്. മേഘാലയയിലാണ്. അതേപോലെ തന്നെ UPSC നിയമന ശുപാർശ ചെയ്യാത്തവർക്കായിട്ട് തൊഴിൽ നൽകാൻ അവസരം നൽകുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. എന്താണ്? UPSC നിയമന ശുപാർശ ചെയ്യാത്തവർക്കായിട്ട് തൊഴിൽ നൽകാൻ ആരംഭിക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഏതാണ് പദ്ധതി? പ്രതിഭാ സേതു പദ്ധതിയാണ്. പ്രതിഭാ സേതു പദ്ധതിയാണ്. UPSC നിയമന ശുപാർശ ചെയ്യാത്തവർക്കായിട്ട് തൊഴിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഏതാണ്? പ്രതിഭാ സേതു പദ്ധതിയാണ്. അതായത് എക്സാം രണ്ടും ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിലാണ് നിങ്ങൾക്ക് പോയിട്ടുള്ളതെങ്കിൽ ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജോലി നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രതിഭാ സേതു പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മികച്ച കർഷകനുള്ള 2025 കാർഷിക പുരസ്കാരം നേടിയത് ആരാണെന്നുള്ളതായിരുന്നു. മികച്ച കർഷകനുള്ള 2025 കാർഷിക പുരസ്കാരം നേടിയത് ആരായിരുന്നു? CJ സക്കറിയ പിള്ളയാണ്. ആരാണ്? CJ സക്കറിയ പിള്ളയാണ്. അടുത്തത് ലോക സിംഹദിനത്തിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായ വന്യജീവി സങ്കേതം ഏതാണെന്നുള്ളതാണ്. ലോക സിംഹദിനത്തിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതായിരുന്നു?
ഏതായിരുന്നു? ബെർദ നാഷണൽ പാർക്കാണ്, അല്ലെങ്കിൽ ബെർദ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, ഇതാണ് ബെർദ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ്. ബെർദ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക സെക്കൻഡ് മോസ്റ്റ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക ഏഷ്യാറ്റിക് ലയൺസ് കാണപ്പെടുന്ന സ്ഥലം കൂടാണ് ഈ പറഞ്ഞ ബെർദ ടൈഗർ റിസർവ് എന്ന് ബെർദ വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയാൻ ബാച്ച് അഖ് ആന്റി ഡ്രോൺ സിസ്റ്റം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്താണ്? മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയാൻ വേണ്ടി ബാച്ച് അഖ് ആന്റി ഡ്രോൺ സിസ്റ്റം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഇതാണത് പഞ്ചാബ് ആണ്. ഓക്കെ, അടുത്തത് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഏതാണെന്നുള്ളതാണ്. എന്താണ്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഏതാണ്? ജ്യോതി എന്നുള്ളതാണ്. എന്താണ്? ജ്യോതി എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് മുതലായ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതായിട്ട് ആരംഭിച്ചുള്ള പുതിയ ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളതായിരുന്നു. ഇതാണ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് മുതലായ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതായിരുന്നു? റെയിൽ 1 എന്നുള്ളതാണ്. റെയിൽ 1 എന്നുള്ളത്, അതായത് റെയിൽവേക്ക് പല പല പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഏകീകരിച്ചിട്ടാണ് റെയിൽ 1 എന്ന് പറഞ്ഞ ഒറ്റ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ട്രെയിൻ ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ട്രെയിൻ ഏതാണെന്നുള്ളതായിരുന്നു അല്ലേ. വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം കൂടിയായിരുന്നു ഈ പറഞ്ഞ ട്രെയിനകത്ത് എത്തിയിരുന്നത്. ATM സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? പഞ്ചവടി എക്സ്പ്രസ് ആയിരുന്നു. ഇതാണ് പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണത് പഞ്ചവടി എക്സ്പ്രസ് ആണ്. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ റെയിൽവേ പരീക്ഷണ ഓട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ചരക്ക് തീവണ്ടി ഏതാണെന്നുള്ളതാണ്. 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ റെയിൽവേ പരീക്ഷണ ഓട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ചരക്ക് തീവണ്ടി ഏതാണ്? രുദ്രാസ്ത്രയാണ്. രുദ്രാസ്ത്ര ആണ്. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ ദൗത്യം ഏതാണെന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ ദൗത്യം ഏതാണ്? മത്സ്യ 6000 എന്നതാണ്. മത്സ്യ 6000 എന്നതാണ്. 6000 അടിയിലേക്ക് നമ്മൾ താഴോട്ട് പോകും. ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിലാണ് ചെയ്യുന്നത് നടക്കുന്നത്. 6000 മീറ്റർ, അതായത് 6 കിലോമീറ്റർ എന്ത് ചെയ്യും താഴെ പോയിട്ട് ഓഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. സമുദ്ര എന്ന് പറഞ്ഞ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് നടത്തുന്നത്. ഓക്കെ, അടുത്തത് 15ാമത് ജൂനിയർ ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരായിരുന്നു? ജാർഖണ്ഡ് ആയിരുന്നു. റാഞ്ചി വെച്ചായിരുന്നു എന്ത് പറയുന്നത് മത്സരം എന്ന് പറയുന്നത്. എവിടെയാണ്? റാഞ്ചി വെച്ചായിരുന്നു പറയുന്നത് മത്സരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. യുക്രൈൻ റഷ്യ യുദ്ധം ഇത് നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്തത് രാജ്യത്തെ ആദ്യ ഗ്രീൻ ഇന്നോവേഷൻ സെന്റർ കളമശ്ശേരിയിൽ എന്ത് ചെയ്തു സ്ഥാപിതമായെന്നുള്ളതായിരുന്നു. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഇന്നോവേഷൻ സെന്റർ എവിടെയാണ് സ്ഥാപിതമായത്? കളമശ്ശേരിയിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? കളമശ്ശേരിയിലാണ് സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ ടാറ്റയും ഒക്കെ നമ്മുടെ എന്ത് ചെയ്തു ടാറ്റ നമ്മൾ എന്ത് ചെയ്തു കമ്പനി, അതേപോലെ നമ്മുടെ ഇന്ത്യൻ സർക്കാരിനെ എല്ലാം കൂടിച്ചേർന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞ ഗ്രാഫീൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത ലോകത്തിൽ ഒരു പ്രത്യേക കായിക നിയമം നിലവിലുള്ള 21ാമത്തെ രാജ്യം ഏതാണെന്നുള്ളതാണ്. എന്താണ്? ലോകത്ത് ഒരു പ്രത്യേക കായിക നിയമം നിലവിലുള്ള 21ാമത്തെ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇതാണ് ഇന്ത്യ ആണ്. അടുത്തത് 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നുള്ളതായിരുന്നു. 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? ഈ സന്തോഷ് കുമാറിനായിരുന്നു. ആർക്കാണ്? ഈ സന്തോഷ് കുമാറാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കാനുള്ള ലൈസൻസ് ലഭിച്ച US കമ്പനി ഏതായിരുന്നുള്ളതായിരുന്നു. ഇതാണ് ഇന്ത്യൻ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കാനുള്ള ലൈസൻസ് ലഭിച്ച US കമ്പനി ഏതായിരുന്നു? അതായത് സ്റ്റാർലിങ്ക് ആണ്. നമ്മുടെ ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ ആണ്. അതാണ് ഇലോൺ മസ്കിന്റെ ഈ പറയുന്ന സ്റ്റാർലിങ്ക് ആണ് ചെയ്തത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. റിലയൻസിന്റെ വെല്ലുവിളിയായിട്ട് വരുന്ന ഒന്ന് സംവിധാനമാണ് ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനമാണ് ചെയ്യുന്നത് അവർ നൽകിപ്പോരുന്നത്. അടുത്തത് ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ആരാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ആരായിരുന്നു? രോഹിത് കൃഷ്ണയായിരുന്നു. ആരാണ്? രോഹിത് കൃഷ്ണയായിരുന്നു. നമുക്കറിയാം ആൾമാട്ടി ഓപ്പണാത്ത് എന്ത് ചെയ്തു, റീജിയൻ ഓപ്പണാത്ത് എന്ത് ചെയ്തു, കസാഖിസ്ഥാനിൽ വെച്ച് നടന്നതിനകത്ത് എന്ത് ചെയ്തു, അദ്ദേഹം തൊട്ട് മുമ്പുണ്ടായിരുന്ന ആർത്തർ ഡിവിത്യാൻ എന്ത് ചെയ്തു തോൽപ്പിച്ചുകൊണ്ടാണ് 6 out of 9 പോയിന്റ്സിൽ എന്ത് ചെയ്തു അദ്ദേഹം വിജയമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ASDB അക്കാഡമി മിഷൻ LDC 2023 പുതിയ ബാച്ചിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനാൽ നിങ്ങൾക്ക് പറ്റൊരു ബാച്ച് നമ്മുടെ മിഷൻ LDC 2023 എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ AI പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ഉള്ളത്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണുള്ളത്. 24/7 ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, ഡൗട്ട് സോൾവിംഗ് സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് ഉണ്ട്, ടോപ്പിക് ബേസ്ഡ് ഫോക്കസ് സെക്ഷൻസ് ഉണ്ട്,
സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ആണ്, സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് മോട്ടിവേറ്റ് സെക്ഷൻസും മറ്റും നൽകുന്നുണ്ട്, പ്രീവിയസ് പ്രാക്ടീസ് സെക്ഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ നടത്തി നിങ്ങൾ എന്ത് എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് ആയിരിക്കും. അപ്പോൾ ഒരു വലിയൊരു നമ്മുടെ ഒരു ടീമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ LDCക്ക് താഴെ നിങ്ങൾക്ക് പറ്റിയ ബാച്ച് നമ്മുടെ ACB അക്കാദമി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മിഷൻ LDC 2027 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ACB അക്കാദമിയുടെ ആപ്പ് ഈ പ്ലേ സ്റ്റോറിൽ ആപ്ഷനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നമ്മളോട്ട് ഒരുപാട് സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9995467246 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ മറ്റും എന്ത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഈ കോഴ്സ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾ ഈ കോഴ്സിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോഴ്സിന് ഞങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പകുതി ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ജോലി ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാൻ മതി, പകുതി ഫീസ് നൽകിയാൽ മതി. ഓക്കെ, അങ്ങനെ പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും സമയം കളയേണ്ട, ജോയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.